ചോദ്യം 1. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? 2021. ഓപ്ഷൻ ഡി. ചോദ്യം 3. വർണ്ണാന്തത കണ്ടുപിടിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ. ചോദ്യം 4. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 2019 ജൂലൈ 22. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1950 ജനുവരി 25. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി, നിലവിലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി സമ്പാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശ്യാം ശരൺ നേഗി. ഓപ്ഷൻ എ. ചോദ്യം 9. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മിസോസ്ഫിയർ. ചോദ്യം 10. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? കൈഗ. ഓപ്ഷൻ ഡി. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ചോദ്യം 13. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഉത്തരം ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി കാവേരി. ചോദ്യം 15. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഉത്തരം ഓപ്ഷൻ ബി കാരക്കോറം. ചോദ്യം 17. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? ഉത്തരം ഓപ്ഷൻ സി മുംബൈ. ചോദ്യം 18. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ചോദ്യം 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഉത്തരം ഓപ്ഷൻ എ മുംബൈ ഹൈ. ചോദ്യം 20. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിര അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
ചോദ്യം 22. ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 51A, ആർട്ടിക്കിൾ 51A. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 52 സെക്കൻഡ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റി. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ഡി, 24. ചോദ്യം 29. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ഉത്തരം ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 30. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആര്? ഇത് PSC ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ്. ഫസൽ അലി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ബാക്കി 3 പേരും VP മേനോൻ, HN കുൻസ്രു, KM പണിക്കർ, ഇവർ 3 പേരും അംഗങ്ങളായിരുന്നു. 32ാമത്തെ ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ. നെക്സ്റ്റ് ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗുൽസാരിലാൽ നന്ദ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദ്യം 38, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം ഓപ്ഷൻ എ, VP മേനോൻ.
അടുത്ത ചോദ്യം 1954 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 5 ആണ്. 1954 64 കാലഘട്ടത്തിൽ 5 IITകളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ചോദ്യം 40. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനമേത്? ഉത്തരം ഓപ്ഷൻ എ ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? ഉത്തരം ഓപ്ഷൻ ബി ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1859. അടുത്ത ചോദ്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം കെ കേളപ്പൻ. ഓപ്ഷൻ എ. ചോദ്യം 45. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. ചോദ്യം 46. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമേത്? ഉത്തരം ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. ചോദ്യം 47. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? ഉത്തരം ഓപ്ഷൻ സി AV കുട്ടിമാളു അമ്മ. അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പയ്യന്നൂർ. നെക്സ്റ്റ് ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. നെക്സ്റ്റ് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇടുക്കി. ചോദ്യം 52. കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? നിലവിൽ ഈ ചുമതലയുള്ളത് ആർക്കാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ. ചോദ്യം 54. പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചിന്നാർ. നെക്സ്റ്റ് ചോദ്യം അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഉത്തരം ഓപ്ഷൻ സി പൂനം കൃഷി. അടുത്ത ചോദ്യം ഗൗണ നാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഉത്തരം ഓപ്ഷൻ സി മീനച്ചിലാർ. ചോദ്യം 57. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ചക്ക. ചോദ്യം 58.
പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്. ചോദ്യം 59. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പറവൂർ. ചോദ്യം 60. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. നെക്സ്റ്റ് ചോദ്യം. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ. ഇത് ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. മന്തുരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. നെക്സ്റ്റ് ചോദ്യം. ചോദ്യം 62. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഉത്തരം ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. അടുത്ത ചോദ്യം. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെവി. ഉമിനീരിൻ്റെ pH മൂല്യം? ഓപ്ഷൻ ഡി, 6.2 മുതൽ 7.6 വരെ. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. അതാണ് അതിൽ പെടാത്തത്. ബാക്കി 3 എണ്ണവും ആർദ്രം പദ്ധതിയിൽ പെടുന്നവയാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായി സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. നെക്സ്റ്റ് ചോദ്യം. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, KAU മനുരത്ന. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനമാണ് KAU മനുരത്ന. ചോദ്യം 67. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രൂപ്കുണ്ട്. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. നെക്സ്റ്റ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, 1, 2. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. 2. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ചോദ്യം.
ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, ജെയിംസ് ചാഡ്വിക്. നെക്സ്റ്റ് ചോദ്യം, അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ചോദ്യം 73, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി, 2ഉം 4ഉം. നെക്സ്റ്റ് ചോദ്യം, ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1:8. നെക്സ്റ്റ് ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ആണ് 20 ഹെർട്സ്. ഓപ്ഷൻ സി. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഓപ്ഷൻ എ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. നെക്സ്റ്റ് ചോദ്യം, വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഓപ്ഷൻ ബി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൽക്കരി. ഈ 4 ഓപ്ഷനിൽ കൽക്കരിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.